ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുന്ന പെൺകുട്ടിക്ക് ആദ്യമായി ആർത്തവമുണ്ടായി എന്ന് കേട്ടാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെക്കുമായിരുന്നു. എന്നാൽ ഇപ്പോഴോ അത് കേട്ട് കേട്ട് ഒരു സാധാരണ കാര്യമായി. എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് നമ്മുടെ പെൺകുട്ടികളിൽ വരുന്ന ഈ മാറ്റത്തിന് കാരണമെന്ന്? ഒരു കുട്ടിക്ക് ആദ്യമായി ആർത്തവമുണ്ടാകുന്നതിന് ഏകദേശം 1.5 വർഷം മുമ്പ് തന്നെ ശാരീരിക മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. മാറിടങ്ങളുടെ വളർച്ചയും കക്ഷത്തിലും സ്വകാര്യ ഭാഗങ്ങളിലും രോമ വളർച്ചയുമൊക്കെയാണ് ഈ മാറ്റങ്ങൾ. കുട്ടികളുടെ ശരീര വളർച്ചയിൽ വ്യത്യാസം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ മാതാപിതാക്കൾ ഈ വിഷയത്തെക്കുറിച്ച് ആവശ്യമായ ധാരണകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ആദ്യം വേണ്ടത്. തനിക്കുണ്ടാകുന്ന ശാരീരിക മാറ്റത്തെക്കുറിച്ച് കുട്ടിയോട് തുറന്ന് സംസാരിക്കണം. സാധാരണ 8 വയസ്സിനും 14 വയസ്സിനും ഇടയിലാണ് ആദ്യ ആർത്തവം അഥവാ മെനാർക്കി പെൺകുട്ടികളിൽ സംഭവിക്കുക. കുട്ടികളിൽ നേരത്തെ തന്നെ ആർത്തവം ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ച് വ്യക്തമാക്കുകയാണ് കൊച്ചി അമൃത ആശുപത്രിയിലെ എൻഡോക്രൈനോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ നിഷ ഭവാനി. ആർത്തവം വരുന്നതിന് മുന്നേ തന്നെ ആർത്തവം ആവുന്നതിൻ്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. അതായത് നമ്മുടെ മാറിടങ്ങൾ വലുതാവുക, പ്രൈവറ്റ് പാർട്സിൽ രോമ വളർച്ച വരിക, കുട്ടി പെട്ടെന്ന് പൊക്കം വയ്ക്കുക. ഇതെല്ലാം ഏത് പ്രായത്തിൽ വരുന്നു എന്നുള്ളത് അവരവരുടെ പാരമ്പര്യം അനുസരിച്ചാണ് തീരുമാനിക്കപ്പെടുന്നത്. ഏകദേശം 9-10 വയസ്സിനിടയിലാണ് ഈ ചേഞ്ചസ് സാധാരണമായി ഉണ്ടാവുക. 12-13 വയസ്സാകുമ്പോഴത്തേക്കും ആർത്തവം വരുന്നതാണ് നമ്മൾ സാധാരണമായി കാണുന്നത്. പക്ഷെ ഇതിൽ അനേകം വേരിയേഷൻസ് വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയ്ക്കോ അല്ലെങ്കിൽ അച്ഛൻ്റെ പെങ്ങൾക്കോ ഒക്കെ 11 വയസ്സിൽ ആർത്തവം വന്നു എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടിക്ക് അതുപോലെ നേരത്തെ ആകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വൈകി 14-15 വയസ്സിലാണ് ആർത്തവം ഫാമിലിയിലെ ബാക്കിയുള്ളവർക്ക് വരുന്നതെങ്കിൽ നമ്മുടെ ആർത്തവം അതുപോലെ ഡിലേഡ് ആവാനും സാധ്യതയുണ്ട്. പക്ഷേ എന്തു തന്നെ ആയാലും ഒരു 8 വയസ്സിന് മുന്നേ ഈ പ്രായപൂർത്തിയാകുന്നതിൻ്റെ ലക്ഷണങ്ങളായ മാറിടങ്ങൾ വലുതാവുക, ആർത്തവം വരിക, ഇതൊക്കെ ഒരു അബ്നോർമലായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതിനെ നമ്മൾ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ കാരണം ആക്ച്വലി ഗേൾസിൽ, അതായത് പെൺകുട്ടികളിൽ എക്സാക്ട്ലി എന്താണെന്നുള്ളത് പലപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാറില്ല. നമ്മുടെ തലച്ചോറിലെ പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന LH-FSH എന്ന് പറയുന്ന 2 ഹോർമോണുകളുടെ ഇൻഫ്ലുവൻസിൽ അണ്ഡാശയത്തിൽ നിന്ന് വരുന്ന ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന മറ്റ് 2 ഹോർമോണുകൾ ഉൽപ്പാദിക്കപ്പെടുകയും അതിൻ്റെ എഫക്റ്റ് കാരണമാണ് നമുക്ക് ആർത്തവം ഉണ്ടാകുന്നത്, ഈ ചേഞ്ചസ് എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പിറ്റ്യൂട്ടറി ഹൈപ്പോതലാമിക് ഏരിയയിൽ വരുന്ന അബ്നോർമാലിറ്റീസും അല്ലെങ്കിൽ അണ്ഡാശയത്തിൽ നിന്ന് ഹോർമോൺ ഉണ്ടാകാവുന്ന അബ്നോർമാലിറ്റീസും ഇത് ഉണ്ടാക്കാം. എന്നിരുന്നാലും നമ്മൾക്ക് പലപ്പോഴും പെൺകുട്ടികളിൽ ഇതിനൊരു കാരണം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഹോർമോൺ കുത്തിവയ്ക്കുന്ന മാംസാഹാരങ്ങൾ കൂടുതൽ കഴിക്കുക, അമിതമായി തടി വയ്ക്കുക, പിന്നെ ഈ എൻഡോക്രൈൻ ഡിസ്റപ്റ്റിംഗ് കെമിക്കൽസ് എന്ന് പറയും, അതായത് നമ്മുടെ ഈ കേടുവന്ന പ്ലാസ്റ്റിക്സ്, ഈ കോസ്മെറ്റിക്സ്, ഈ ഹോർമോണുള്ള കോസ്മെറ്റിക്സ്, അങ്ങനെ പല എൻവയോൺമെൻ്റൽ ഫാക്ടേഴ്സും ഇതിനൊരു കാരണമായി നമ്മൾ പറയാറുണ്ടെങ്കിലും ഡെഫിനറ്റ് ആയിട്ടൊരു കാരണം പലപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാറില്ല. എന്നിരുന്നാലും നമ്മുടെ ഈ തലച്ചോറിലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ വരുന്ന എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്നറിയാൻ നമ്മളെപ്പോഴും ഒരു MRI എടുക്കാറുണ്ട് 8 വയസ്സിന് മുന്നേ ഈ ചേഞ്ചസ് വന്നാൽ. അതുപോലെ തന്നെ യൂട്രസ്, ഓവറിയിൽ നിന്ന് വരുന്ന സിസ്റ്റുകൾ കാരണവും ഇത് വരാം എന്നുള്ളത് കൊണ്ട് അതിൻ്റെ സ്കാനും നമ്മൾ ചെയ്ത് അതൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പിക്കും. പിന്നെ ലോങ് സ്റ്റാൻഡിങ് തൈറോയിഡ് പ്രശ്നങ്ങൾ, തൈറോയിഡിൻ്റെ കുറവ് വരുന്ന ഹൈപ്പോതൈറോയിഡിസം ചികിത്സിക്കാതെ വന്നാലും ഇതുപോലെ നേരത്തെ ആർത്തവം വരാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ പിറ്റ്യൂട്ടറി അബ്നോർമാലിറ്റീസ്, ഓവേറിയൻ സിസ്റ്റ്, ഹൈപ്പോതൈറോയിഡിസം ഇതൊക്കെ കാരണമാകാമെങ്കിലും പലപ്പോഴും ഒരു കാരണവും കൂടാതെ ആയിരിക്കും പെൺകുട്ടികൾക്ക് നേരത്തെ ആർത്തവം ഉണ്ടാവുന്നതായി നമ്മൾ കണ്ടുവരാറുള്ളത്. അതായത് ഇഡിയോപ്പതിക് എന്നാണ് നമ്മൾ അതിനെ പറയുക. അതായത് കാരണം കണ്ടുപിടിക്കാൻ സാധിക്കാറില്ല. നേരത്തെ എത്തുന്ന ആർത്തവം പെൺകുട്ടിയുടെ വളർച്ചയെ ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി ബാധിക്കാറുണ്ടോ എന്ന സംശയം എല്ലാവർക്കും തോന്നാം. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ആർത്തവം ഉണ്ടാവുന്നതിന് മുന്നേ ഉള്ള ലക്ഷണങ്ങൾ കുട്ടി പെട്ടെന്ന് പൊക്കം വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ആർത്തവം വരുന്ന കുഞ്ഞുങ്ങൾ നേരത്തെ തന്നെ പെട്ടെന്ന് പൊക്കം വയ്ക്കും. അപ്പോൾ എല്ലിൻ്റെ വളർച്ച കൂടുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഇപ്പം 7 വയസ്സിൽ ഈ ചേഞ്ചസ് വരുന്ന ഒരു കുട്ടിയുടെ എല്ലിൻ്റെ വളർച്ച ഒരു 9-10 ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 11 വയസ്സായിരിക്കും. പെൺകുട്ടികൾ സാധാരണഗതിയിൽ 13-14 വയസ്സ് വരെയാണ് പൊക്കം വയ്ക്കാറുള്ളത്. അപ്പോൾ നേരത്തെ തന്നെ ഈ എല്ലിൻ്റെ വളർച്ച
10-11 വയസ്സാകുമ്പോഴത്തേക്കും അത്രയും ഗ്യാപ്പ് അവർ നേരത്തെ തന്നെ വളർന്നു തീരും. അപ്പം 2ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ്സിലൊക്കെ കുട്ടി കൂടുതൽ പൊക്കമുള്ള കുട്ടിയായിരിക്കും. പക്ഷേ ബാക്കി കുട്ടികൾ വളരുന്ന 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ കുട്ടി വളർന്നു കഴിയും. കാരണം അപ്പോഴത്തേക്ക് അവരുടെ എല്ലിൻ്റെ വളർച്ച 14-15 ആകും. അങ്ങനെ അവർ നേരത്തെ പൊക്കം കൂടുതലാണെങ്കിലും ഫൈനലി അവരുടെ പൊക്കം കുറഞ്ഞിരിക്കും. അപ്പം 8 വയസ്സ് ഇപ്പോൾ 7 വയസ്സിലൊക്കെ ഈ ചേഞ്ചസ് വരുന്നവർക്ക് അത്ര ഒരു പ്രശ്നം, ഒരു 4-5 സെൻറ്റിമീറ്ററിൻ്റെയൊക്കെ വ്യത്യാസമേ വരാറുള്ളൂ. പക്ഷേ വളരെ നേരത്തെ തന്നെ ഈ വ്യത്യാസങ്ങൾ വരുന്ന ഇപ്പോൾ 3 വയസ്സ് 4 വയസ്സിലൊക്കെ ചിലർക്ക് ഈ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അത് ചിലപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓവറിന്ന് സിസ്റ്റിന്ന് വരുന്ന ഹോർമോൺ അധികമായതുകൊണ്ടോ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറിയിലെ പ്രശ്നങ്ങൾ കാരണമൊക്കെ എന്തെങ്കിലും നേരത്തെ 4-5 ഇയേഴ്സിലൊക്കെ ഈ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ വളരെയധികം അത് പൊക്കത്തിനെ ബാധിക്കും. ഒരു നിയറർ ടു 9-10 ഇയേഴ്സിൽ വരുന്നവർക്ക് അത്ര അധികം ബാധിക്കില്ലെങ്കിലും ഒരു 3-4 സെൻറ്റിമീറ്ററൊക്കെ കുറഞ്ഞ് നമ്മൾ കാണാറുണ്ട്. 6 വയസ്സിന് മുമ്പേ തന്നെ ആർത്തവം ഉണ്ടാകാൻ സാധ്യതയുള്ള കുട്ടികളിൽ ഹോർമോൺ ട്രീറ്റ്മെന്റിലൂടെ ആർത്തവം നീട്ടിവെക്കാനാകും. ഇതെങ്ങനെയെന്നല്ലേ? ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് ഇപ്പോൾ 12-13 വയസ്സിൽ ആവുന്ന ഒരു കുട്ടിക്ക് അപേക്ഷിച്ച് 10-11 വയസ്സാവുന്ന കുട്ടിക്ക് അത് നേരത്തെയാണ്. പക്ഷെ അങ്ങനെയുള്ളപ്പോൾ നമ്മളത് നേരത്തെ നീട്ടി വെക്കേണ്ട കാര്യമില്ല. ഒരു 8 വയസ്സിന് മുന്നേ അതൊരു അസുഖം പോലെ വരുന്ന ഒരു സമയത്താണ് നമ്മൾ മരുന്നുകൾ ഹോർമോൺ ഇഞ്ചക്ഷൻ കൊടുത്ത് ഈ ആർത്തവം നീട്ടിവെക്കുന്നത്. അതിന് 2 കാരണങ്ങളാണ് നമ്മൾ ഈ ചികിത്സ കൊടുക്കുന്നത്. ഒന്ന്, നേരത്തെ ആർത്തവമാവുന്നതിൻ്റെ ഒരു മാനസികമായിട്ടൊരു വിഷമം. ഇപ്പോൾ 2ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആർത്തവം വരുമ്പോൾ ആ കുട്ടി ബാക്കിയുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായ കുട്ടിക്ക് ഫീൽ ചെയ്യും. പാരൻസിനും അതൊരു വിഷമമാണ്. കുട്ടിക്ക് അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മെച്യൂരിറ്റി ഉണ്ടാവാറില്ല. പിന്നെ ചിലപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു സെക്ഷൽ അബ്യൂസിനും ഒക്കെയുള്ള ചാൻസസ് ഈ നേരത്തെ ചേഞ്ചസ് വരുമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനത്തെ ആ ഒരു ഇഷ്യൂ കാരണം നമ്മൾ അപ്പോൾ ട്രീറ്റ് ചെയ്യും. പിന്നെ സെക്കൻഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പൊക്കത്തിലുണ്ടാവുന്ന കുറവ്. നേരത്തെ പീരീഡ് ആയിക്കഴിഞ്ഞാൽ ഒരു 4-5 സെൻറ്റിമീറ്ററൊക്കെയാണ് ഏകദേശം വളരുക. ആ 4-5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 12-13 വയസ്സിൽ പീരീഡ് ആയിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വളർച്ചയാണ്. ഇപ്പോൾ 9-10 വയസ്സിൽ പീരീഡ് ആയിക്കഴിഞ്ഞാൽ ഈ 4-5 സെൻറ്റിമീറ്റർ അല്ല, കുറച്ചും കൂടെ വളരും. അത് ഡിപ്പെൻസ് ഓൺ എല്ലിൻ്റെ വളർച്ച എത്രയുണ്ടെന്ന് അനുസരിച്ചിരിക്കും. അപ്പോൾ ഒരു 7 വയസ്സിലൊക്കെ ഈ ചേഞ്ചസ് തുടങ്ങണവർക്ക് നമ്മൾ ഇഞ്ചക്ഷൻ കൊടുത്ത് നീട്ടി വച്ചാലും ഈ പൊക്കത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് ഗെയിൻ നമുക്ക് കിട്ടാറില്ല. പക്ഷേ ട്രീറ്റ് ചെയ്യാത്തതിലും ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു 3-4 അല്ലെങ്കിൽ മാക്സിമം 5 സെൻറ്റിമീറ്റർ നമുക്ക് ഗെയിൻ കിട്ടുമായിരിക്കും. പക്ഷേ ഈ 3 ഇയേഴ്സ് 4 ഇയേഴ്സ് ആ പ്രായത്തിലൊക്കെ ഈ ചേഞ്ചസ് വരുന്നവർ നമുക്ക് ഡെഫിനറ്റ്ലി അല്ലെങ്കിൽ 6 ഇയേഴ്സിന് മുന്നേ നമുക്ക് ഈ ചേഞ്ചസ് വരുന്നവർക്ക് ഡെഫിനറ്റ്ലി ട്രീറ്റ് ചെയ്യണം. ട്രീറ്റ് ചെയ്താൽ നല്ല എഫക്റ്റാണ് കാണുക. നമുക്ക് എപ്പോഴും യൂഷ്വലി 10-11 ഇയേഴ്സ് വരെ നമ്മളിത് ഹോർമോൺ കൊടുത്ത് ഈ ആർത്തവം നീട്ടി വയ്ക്കാറുണ്ട്. അപ്പം 10-11 വയസ്സിൽ നമ്മൾ മെഡിസിൻ നിർത്തിക്കഴിഞ്ഞാൽ ഒരു 6 മന്ത്സ് അല്ലെങ്കിൽ 1 ഇയർ കഴിയുമ്പോഴത്തേക്കും സാധാരണ പോലെ ഡെവലപ്മെൻറ്റ് വരികയും സാധാരണ പോലെ പീരീഡ് ആവുകയും ചെയ്യുന്നതാണ് കാണാറുള്ളത്. ഏതെങ്കിലും സാഹചര്യത്തിൽ ആർത്തവം നീട്ടിവെക്കേണ്ടി വന്നാൽ ഭാവിയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്ന സംശയം എല്ലാ രക്ഷകർത്താക്കൾക്കും തോന്നാറുണ്ട്. സാധാരണഗതിയിൽ ഈ മരുന്നിന് അത്ര വലിയ സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ല. ആർത്തവം നീട്ടിവെക്കാനുള്ള മരുന്നുകൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ 7 വയസ്സിൽ ഈ ചേഞ്ചസ് വരികയാണെങ്കിൽ നമ്മൾ 7-10 ഇയേഴ്സ്, അപ്പോൾ ഒരു 3-4 ഇയേഴ്സ് ഒക്കെയാണ് യൂഷ്വലി മരുന്നുകൾ കൊടുക്കുന്നത്. ചിലപ്പോൾ ഈ നേരത്തെ 3-4 ഇയേഴ്സിൽ തുടങ്ങുന്നവർക്ക് നമ്മളൊരു 6-7 ഇയേഴ്സ് ഒക്കെ മരുന്ന് കൊടുക്കും. ഒരു 10-11 ഇയേഴ്സ് വരെയൊക്കെയാണ് നമ്മൾ ഈ മരുന്ന് കൊടുക്കുക. ഈ മരുന്നിൻ്റെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്ന സൈഡ് ഇഫക്റ്റ്, ഇഞ്ചക്ഷൻ എടുക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ വേദനയും ചിലപ്പോൾ ഒരു പഴുപ്പ് വരാനൊക്കെ ഒരു സാധ്യതയുണ്ട്. അത് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേഴ്സസ് എടുക്കുകയും നല്ല മെഡിസിൻ എടുക്കുകയാണെങ്കിലും അതിൻ്റെ ചാൻസസ് കുറവാണ്. പിന്നെ ഈ ഹോർമോൺ കാരണമാണ് നമ്മുടെ എല്ലിന് ബലം വരുന്നത്. ഈ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഈ പീരീഡ് ആവുന്ന ഹോർമോൺസിൻ്റെ എഫക്റ്റ് കാരണമാണ് നമ്മുടെ എല്ലിന് ബലം കൂടുന്നത്. അപ്പോൾ ആ ഹോർമോൺസ് നമ്മൾ കുറച്ച് വയ്ക്കുമ്പം കുറച്ചൊരു എല്ലിന് ബലക്കുറവ് ഉണ്ടായേക്കാവുന്ന ഒരു തിയററ്റിക്കൽ പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ അങ്ങനെ കാണാറില്ല. കാരണം നമ്മൾ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഈ മരുന്നുകൾ കൊടുക്കുന്നുള്ളൂ. പിന്നെ അപ്പം കാര്യമായിട്ട് സൈഡ് ഇഫക്ട്സ് നമ്മൾ കാണാറില്ല. പക്ഷെ ലോങ് ടേമിൽ എസ്പെഷ്യലി ഈ പിറ്റ്യൂട്ടറി പ്രശ്നങ്ങൾ കാരണം വരുന്ന ഈ നേരത്തെ ആർത്തവം വരുമ്പോൾ നമ്മുടെ ആ പിറ്റ്യൂട്ടറി ഹൈപ്പോതലാമിക് ഏരിയയാണ് നമുക്ക് നമ്മുടെ തടി കൂട്ടാനും
നമ്മുടെ അപ്പിറ്റൈറ്റ് റെഗുലേറ്റ് ചെയ്യുന്ന, നമ്മുടെ ബിഹേവിയർ റെഗുലേറ്റ് ചെയ്യുന്ന കുറേ വേറെ കാര്യങ്ങൾ ഈ ഏരിയയിൽ നിന്നാണ്, അതിൻ്റെ ഇൻഫ്ലുവൻസിലാണ് നമ്മുടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്തോ കാരണം ഈ LHFSH എന്ന് പറയുന്ന ഹോർമോൺസ് കൂടുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ബാക്കി ബിഹേവിയറൽ കുറച്ച് ചേഞ്ചസ്, അപ്പിറ്റൈറ്റിലെ ചേഞ്ചസ്, വെയിറ്റ് വയ്ക്കാനുള്ള സാധ്യത, അതെല്ലാം ബേസിക് അസുഖത്തിൻ്റെ പാർട്ടായിട്ട് ഈ കുഞ്ഞുങ്ങൾ കുറച്ച് തടി വയ്ക്കുന്നത്, അല്ലെങ്കിൽ പിന്നീട് PCOD പോളിസിസ്റ്റിക് ഓവറി ഡെവലപ്പ് ചെയ്യുന്നത്, പീരീഡ്സ് ഇറഗുലർ ആവുന്നതൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ അതൊന്നും മെഡിസിനുമായിട്ട് റിലേറ്റഡ് അല്ല. മെഡിസിൻ നമ്മൾ കുറച്ച് കാലമേ കൊടുക്കുള്ളൂ, അതിന് ലോങ് ടേം സൈഡ് ഇഫക്ട്സ് വളരെ കുറവാണ്. പക്ഷെ ബേസിക് അസുഖത്തിൻ്റെ ക്യാരക്ടർ കാരണം കുറച്ച് ബോഡിയിലെ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഹെൽത്തി ആയിട്ടൊരു ഡയറ്റ് ആൻഡ് എക്സസൈസ് പാറ്റേൺ ഫോളോ ചെയ്ത് വെയിറ്റ് കൂടാതെ നോക്കുക. പിന്നെ മാനസികമായിട്ട് കുട്ടികളെ വിഷമിപ്പിക്കരുത്. ബാക്കി എല്ലാവരും കണ്ടിട്ട് അയ്യോ കുട്ടിക്ക് നേരത്തെ ഇങ്ങനെ ആയോ, ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ടോ, അങ്ങനെയൊന്നും കുട്ടിയെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിൽ പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള വിഷമവും കാണിക്കാൻ പാടില്ല. കാരണം ഇത് ഫുള്ളി ട്രീറ്റബിൾ അസുഖമാണ്. ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ ഒരു 3 മാസത്തിലൊരിക്കൽ ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ കുട്ടി നോർമലി തന്നെ പോകും. കുറച്ചൊരു ബിഹേവിയറൽ ചേഞ്ചസ്, ഒരു ടീനേജ് ചേഞ്ചസ് ഒക്കെ നേരത്തെ വരുമ്പോൾ കുറച്ചൊരു പൊരുത്തക്കേട് നമുക്ക് അതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. പക്ഷെ അതെല്ലാം നമുക്ക് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് യാതൊരു വിധത്തിലും ഇതിനൊരു വിഷമം വിചാരിക്കേണ്ട കാര്യമേ ഇല്ല. അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എൻഡോക്രൈനോളജിസ്റ്റിനെ കണ്ട് ഈ ഇഞ്ചക്ഷൻ വേണോ വേണ്ടേ എന്നുള്ള തീരുമാനം എടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രായം കൊണ്ടും മനസ്സുകൊണ്ടും ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ ആർത്തവ സമയത്തെ ശുചിത്വത്തെക്കുറിച്ച് കുട്ടികൾക്ക് വ്യക്തമായ ധാരണ നൽകുന്നതിന് മുതിർന്നവർ ശ്രദ്ധിക്കണം. സ്കൂളിലായാൽ പോലും സമയാസമയം പാഡ് മാറ്റേണ്ടതിൻ്റെ ആവശ്യകതയും സ്വകാര്യ ഭാഗങ്ങൾ ഇടയ്ക്കിടെ കഴുകി വൃത്തിയാക്കേണ്ടതിൻ്റെ ആവശ്യകതയും കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം. ഉപയോഗശേഷം പാഡ് ഉപേക്ഷിക്കേണ്ട രീതിയും പ്രത്യേകം പറയണം. എന്താണ് ആർത്തവം, എത്ര ദിവസത്തിനുള്ളിൽ ആർത്തവമുണ്ടാകും, എന്താണ് ആർത്തവ ചക്രം, സാനിറ്ററി നാപ്കിൻ വെക്കേണ്ട വിധം, ആർത്തവത്തിനൊപ്പം ഉണ്ടാകാനിടയുള്ള ശാരീരിക മാറ്റങ്ങൾ, വൈറ്റ് ഡിസ്ചാർജ് തുടങ്ങിയവയെക്കുറിച്ചെല്ലാം കുട്ടികൾക്ക് നേരത്തെ തന്നെ പറഞ്ഞു കൊടുക്കണം. അതുമായി ബന്ധപ്പെട്ടുണ്ടാകാനിടയുള്ള വയറുവേദനയെക്കുറിച്ചും മറ്റ് അസ്വസ്ഥതയെക്കുറിച്ചുമെല്ലാം കുട്ടികളോട് സൂചിപ്പിക്കാം. ഇതെല്ലാം ഒരു പരിധിവരെ നമ്മുടെ കുട്ടികളെ ടെൻഷൻ ഫ്രീ ആക്കും. കുട്ടിക്ക് നേരത്തെയാണ് ആർത്തവമായതെന്ന തോന്നൽ ഒരിക്കലും കുട്ടികളുടെ മുന്നിൽ വെച്ച് പ്രകടിപ്പിക്കാതിരിക്കാൻ രക്ഷകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കിഷ്ടമുണ്ടായാലും ഇല്ലെങ്കിലും ഹൃദയം പോലെ, വൃക്ക പോലെ സ്വാഭാവികമായി ശരീരം ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. അത് തികച്ചും സാധാരണമായൊരു കാര്യമാണെന്നും അവരെ ബോധ്യപ്പെടുത്താം. പുറത്തു പോകുന്ന രക്തം മോശം രക്തമല്ലെന്നും അതൊരു ശാരീരിക മാറ്റമാണെന്നും കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കാം. നേരത്തെ ആർത്തവമുണ്ടാകുന്ന കുട്ടികളിൽ മുതിരുമ്പോൾ ചിലപ്പോൾ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം പോലെയുള്ള അസുഖങ്ങൾ കണ്ടുവരാറുണ്ട്. തുടക്കം മുതലേ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുകയാണ് പ്രധാനമായും വേണ്ടത്. വ്യായാമം ചെയ്യുക, ആരോഗ്യകരമായ ഭക്ഷണശീലം പിന്തുടരുക, കുട്ടികളെ ഓടിക്കളിക്കാനും മറ്റും അനുവദിക്കുക എന്നീ കാര്യങ്ങൾ രക്ഷകർത്താക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുട്ടികൾക്ക് പൊണ്ണത്തടി ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ആർത്തവം ഭയപ്പെടേണ്ട ഒന്നല്ലെന്നും നേരത്തെയുള്ള ആർത്തവം ഇപ്പോൾ സ്വാഭാവികമാണെന്നും മനസ്സിലാക്കിയാൽ മതിയാകും.